ഒക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു വീഡിയോസിന്റെ ആ ഒരു കാര്യങ്ങളാണ് ഞങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഞാനും എന്റെ പാർട്ണറും കൂടി എവിടെ പോയാലും ഗബ്രി എന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അതാണ് ആരോഹി എന്നുള്ള പേരിന്റെ ഒപ്പം അല്ലെങ്കിൽ ഹണി എന്നുള്ള പേരിന്റെ ഒപ്പം ഗബ്രി എന്നുള്ള പേര് കണക്റ്റഡ് ആയി. ഞങ്ങൾ നോണ പറയുന്ന രീതിയിലേക്ക് പോവാണ്. ഗബ്രി സിംഗിൾ ആണ്, ഞാൻ കമ്മിറ്റഡ് ആണ്. ഗബ്രിക്ക് ഇങ്ങനെ റിലേഷനുള്ള കാര്യം വൺ സൈഡിലുള്ള കാര്യം അപ്പോൾ ആളുകൾ പറയുന്നത് ഞാനാണെന്നാണ് പറയുന്നത്. എനിക്ക് കൂടുതലും ജെൻസ് ആയിട്ടുള്ള ആളുകളും പിന്നെ ഇപ്പോഴത്തെ ഉള്ള ജനറേഷനിലെ ഗേൾസുമാണ്. എനിക്ക് മുന്നേ ഇവരോടൊക്കെ ഒരു സഹതാപമായിരുന്നു. ഇവരിപ്പോൾ അംഗീകരിച്ചു കൊടുത്തപ്പോൾ ഇവർക്ക് അങ്ങോട്ട് ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണത്. ഇവരാണ് എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തി അംഗീകരിപ്പിച്ചത്. ഞാൻ ബോഡി കാണിച്ചാൽ എൻ്റെ ഐഡന്റിറ്റിയല്ല നശിക്കുന്നത്. ആ സംഭവം മോശമാണെന്നുണ്ടെങ്കിൽ ഏത് നല്ലൊരു പെണ്ണിനെ കിട്ടിയാലും ഏത് നല്ലൊരു പാർട്ണറിനെ കിട്ടിയാലും പെണ്ണായാലും ആണായാലും ചീറ്റ് ചെയ്യും. മാരേജ് ഇനി ഇല്ല. ലൈഫിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ആളുമായിട്ട് ഞങ്ങള് ലിവിങ് ടുഗദറാണ്. ഞങ്ങള് സ്വകാര്യ നിമിഷങ്ങളിൽ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത്, ഒളിച്ചും പാത്തുമല്ല, എല്ലായിടത്തും ഞങ്ങൾ. ഇപ്പൊ സിനിമ ഫീൽഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറ്റം ചുമത്തപ്പെട്ടവരും ചുമത്തപ്പെടാത്ത കുറെ ആളുകളുടെ പേരിലുള്ള ആളുകളും ഈ പറയുന്ന ഫ്ലാറ്റിൽ വന്ന് പോയിട്ടുണ്ട്. അവള് വിത്തിന് എവിഡൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫോട്ടോസ്. പക്ഷെ അവൾക്ക് ഇത് പബ്ലിക്കിൽ പറയാനോ സംസാരിക്കാനോ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു ട്രാൻസ് കപ്പിൾസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ ഒരു ഞെട്ടല് ഞാൻ പറഞ്ഞപ്പോ? ഞങ്ങള് ആക്ച്വലി ട്രാൻസ് കപ്പിൾസ് അല്ല. അല്ല അല്ല അല്ലേ? അല്ല, അങ്ങനെ ഞങ്ങള് ശരിക്കും പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഗബ്രി എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഗബ്രിയുടെയും ബെസ്റ്റ് ഫ്രണ്ടാണ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അതിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ഗബ്രി. എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ വീട്ടിൽ തന്നെ ഗബ്രി താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന, എന്നെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന, നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, മീൻസ് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിപ്പോയി പറയാൻ പറ്റുന്ന വേറെ ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ. മീൻസ് ഗബ്രി എന്ന് പറയുന്ന വേറെ ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ മോളാണ്. അതല്ലാതെ എനിക്ക് ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെയുള്ള നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഗബ്രി. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ ടിക്ടോക്സും റീൽസൊക്കെ ചെയ്യുമ്പോഴുള്ള, ടിക്ടോക്സ് ഇല്ല, റീൽസൊക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു വീഡിയോസിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് ഞങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പിന്നെ ഞാൻ വേറെ ആളുമായിട്ട് കമ്മിറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടൊക്കെ ആയിരിക്കണം കൂടുതൽ എന്നല്ലേ? കാരണം ഭയങ്കര എനിക്ക് തോന്നുന്നു വീഡിയോസ് മാത്രമല്ല, ഞങ്ങൾ എല്ലായിടത്തും ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പം ഞാനും എൻ്റെ പാർട്ണറും കൂടി എവിടെ പോയാലും ഗബ്രി എൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. കാരണം അതാണ്, ഇപ്പം ഗബ്രിൻ്റെ വീട്ടിലായതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു ആവശ്യത്തിന് പോയാലും എവിടെ പോയാലും, പിന്നെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചാലും ഞാനും ഗബ്രിയും ഒരുമിച്ചാണ് പോകുന്നത്. വിളിക്കുന്നത് പോലും എന്നെയും ഗബ്രീനെ ഒരുമിച്ചാണ്, അല്ലാതെ എന്നെ ഒരു കാര്യത്തിന് എന്നെ ഒരുമിച്ച് ഒറ്റയ്ക്ക് വിളിക്കാറില്ല. അതാണ് ആരോഹി എന്നുള്ള പേരിന്റെ ഒപ്പം അല്ലെങ്കിൽ ഹണി എന്നുള്ള പേരിന്റെ ഒപ്പം ഗബ്രി എന്നുള്ള പേര് കണക്റ്റഡ് ആയി. അതെനിക്ക് തോന്നുന്നു ഇനി മെജോറിറ്റി ആൾക്കാർക്ക് അതിനിപ്പോ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടും ആളുകൾ അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ നുണ പറയുന്ന രീതിയിലേക്ക് പോവാണ്. മീൻസ് ഞങ്ങൾ പറ്റിക്കുന്നതാണ്, ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ മറ്റുള്ളവർ ബോധിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അത്രേ ഉള്ളൂ. നമ്മുടെ സത്യസന്ധത നമുക്കറിയാം. ആണല്ലോ. അപ്പൊ ഗബ്രീനെ അപ്പൊ പണ്ട് തൊട്ടേ അറിയാവോ? ആക്ച്വലി ഗബ്രി 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് തൊട്ട് എനിക്കറിയാം. അപ്പോൾ ഗബ്രി ഇങ്ങനെ മുടിയൊക്കെ വെട്ടാകുന്ന സമയത്ത് അന്ന് കാണുമ്പോൾ ഗബ്രിക്ക് നല്ലോണം മുടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കുക, എങ്ങനെയാണ് ഇങ്ങനെ മാറുന്നത്, ഇങ്ങനെ മാറി ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് എന്നോട് കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, അത് വീട്ടിൽ സംസാരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോൺടാക്ട്സ് ആയിരുന്നു. അപ്പോൾ ഗബ്രിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ പറയും, സംസാരിക്കുക. അത്രത്തോളം ഒരു ഡെപ്തിലേക്ക് പോയത് അങ്ങനെയുള്ളൊരു കോൺടാക്ട്സ്. പിന്നെ ഗബ്രിയും അധികം ആളുകളുടെ അടുത്ത് പെട്ടെന്ന് അടുക്കില്ല, ഞാനും അധികം പെട്ടെന്ന് അവരുടെ എല്ലായിടത്തും സംസാരിക്കുമ്പോൾ എല്ലാവരും തോന്നും ഹണി പെട്ടെന്ന് സംസാരിക്കുമല്ലോ, ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് തോന്നും. പക്ഷേ ഞാൻ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ടാവും. എല്ലായിടത്തും ഭയങ്കര മിങ്കിൾ ചെയ്താലും ഞാൻ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ടാവും. ബെസ്റ്റ് ആകാനായിട്ട് കുറേ കാലമെടുക്കും ഞാൻ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പറയുമ്പോൾ വിരലെണ്ണാവുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഗബ്രി ഭയങ്കര സൈലന്റ് ആണ്, ഫുള്ള് ഹണിയെ സംസാരിക്കുന്നത്. എനിക്ക് അത്ര ക്ലോസ് ആയിട്ടുള്ളവരോട് അങ്ങനെ സംസാരിക്കുന്നു. ആണല്ലേ? ഹണിയുടെ അടുത്ത് അപ്പൊ നന്നായി സംസാരിക്കും. ആണല്ലേ? ഞങ്ങള് അടി കൂടാറുണ്ട്. അടി കൂടും, നന്നായിട്ട് അടി കൂടോ? നല്ല രീതിയിൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഓൾറെഡി റിലേഷനിലാണോ, അതായത് വേറെ റിലേഷനിലാണോ? അല്ല, ഗബ്രി സിംഗിൾ ആണ്, ഞാൻ കമ്മിറ്റഡ് ആണ്. ആണല്ലേ? ഗബ്രി എന്ത് പറ്റി? ആണല്ലേ? ഗബ്രിക്ക് ഇഷ്ടമാണ്, ആ കുട്ടിക്ക് അറിയാത്ത പോലും ഇല്ല. ആണല്ലേ? നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോംബോ കാണാനാ. ഇപ്പൊ മേ ബി ഇനിയിപ്പോ ഹണി വേറെ മാരീഡ് ആവുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അവര് വന്ന് കമന്റ്സ് ഇടാം, അയ്യോ ഇത് വേണ്ടായിരുന്നില്ല എന്ന് ചിലപ്പോൾ കമന്റ്സ് ഇടാം, ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഗബ്രി ഇത് ഞങ്ങൾ ഒരുപാട് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഗബ്രിക്ക് ഇങ്ങനെ റിലേഷനുള്ള കാര്യം, വൺ സൈഡിലുള്ള കാര്യം. അപ്പോൾ ആളുകൾ പറയുന്നത് അത് ഞാനാണെന്നാണ് പറയുന്നത്. ഗബ്രിക്ക് ആ വൺ സൈഡ് ഉള്ളത് ഞാനാണെന്ന്.
മീൻസ് എനിക്ക് ആ റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഗബ്രി വൺ സൈഡ് പറഞ്ഞിരിക്കുന്നത്. ഗബ്രിക്ക് ഇഷ്ടമുള്ള എന്തിനാണ് മീൻസ് അതിനെയും അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഹണി ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഗബ്രി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഞങ്ങളെ തന്നെയാണ് ഒന്നിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ഞങ്ങൾ ഫ്രണ്ട്സാണ്, സാരമില്ല ഹണി നിങ്ങൾ തമ്മിൽ കമ്മിറ്റ് ആകുക, മറ്റേ ആൾ ഒഴിവാക്കാം. മീൻസ് എനിക്ക് മറ്റേ ആൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ പാർട്ണറിന് ഇപ്പം ഞാനും എൻ്റെ പാർട്ണർ ഇവനും കൂടി പോകുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടാറുണ്ട്. ഇപ്പം എൻ്റെ പാർട്ണർ പറയാറുണ്ട് അയ്യോ അവനൊന്നും പറയല്ലേ എന്ന് പറയും. മീൻസ് എൻ്റെ പാർട്ണറിനും ഗബ്രിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റേ. അതെ, പിന്നെ ഞങ്ങളുടെ മൂന്നുപേരുടെ ഇടയിൽ അറിയാം ഞങ്ങൾ ഉള്ള റിലേഷൻ എന്താണ്. പിന്നെ പബ്ലിക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പബ്ലിക്കിനെ അറിയില്ലല്ലോ എല്ലാ ശരിക്കും പറഞ്ഞാൽ പബ്ലിക് മറ്റൊരാളുടെ അവസ്ഥ അറിയാതെയാണ് എല്ലാം കമന്റ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പബ്ലിക് സംസാരിക്കുന്നത് സത്യമാണെന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ എന്ത് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരാൾ പറയുന്ന കാര്യങ്ങൾ പബ്ലിക് സംസാരിക്കുമ്പോൾ ശരിയായ കാര്യമായിരിക്കില്ല സംസാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടെ, അവരുടെ ഫ്രസ്ട്രേഷൻസ് മാറാനായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ സംസാരിച്ച് കമന്റ് ഇട്ടിട്ട് പോവുക, അതിന് കുറെ ആളുകൾ ലൈക്ക് അടിക്കും, ഇവർ ഓർക്കുന്നത് ഓ നമ്മൾ അംഗീകരിക്കുന്ന. അതല്ല, ഇത് ചുമ്മാ അത് ആ ലൈക്ക് അടിക്കുന്ന ആളുകളും ഇത് ചിലപ്പോൾ കുറ്റം പറഞ്ഞിട്ടായിരിക്കും ലൈക്ക് അടിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണ്, സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഹണിയുടെ റീൽസ് ഒക്കെ എടുത്തിരുന്നത് ഗബ്രിയാണോ? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുക്കും. പക്ഷെ അതിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഹണിയുടെ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ കമന്റ്സ് ഉണ്ട്, ഓടി കഴിഞ്ഞില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പക്ഷെ നെഗറ്റീവാണ് കൂടുതൽ. മീൻസ് ഞാൻ ഭയങ്കര മോഡേൺ ആയിട്ടൊക്കെയാണ് വീഡിയോസ് ചെയ്യണം. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടെന്ന്. അതെ, എനിക്ക് കൂടുതലും ജെൻസ് ആയിട്ടുള്ള ആളുകളും പിന്നെ ഇപ്പോഴത്തെ ഉള്ള ജനറേഷനിലെ ഗേൾസുമാണ് എനിക്ക് കൂടുതൽ ഫാൻസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹണിയുടെ സൗന്ദര്യത്തിനാണ് ഫാൻസ് കൂടുതൽ. എല്ലാരും കമന്റ്സ് കണ്ടിട്ടില്ലേ, എന്തൊരു സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഫുൾ കമന്റ്സ്. ആണല്ലേ, എല്ലാരും വന്നിട്ട് ചോദിക്കും ചേട്ടാ നിങ്ങൾ ഇതിനെ വൺ സൈഡ് ലൈൻ അടിച്ചിരിക്കുന്നത് ഞങ്ങൾ നോക്കുന്ന കുറെ കമന്റ്സ് ഒക്കെ ഗബ്രിക്ക് വരാറുണ്ട്. ഫുൾ ഫാൻസാ, കുറ്റപ്പെടുത്തല് ഗബ്രീന ഇങ്ങനെ ജീവിതം കളയരുത്. കുറെ വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യും, ഗബ്രിയുടെ കൂടെ പഠിച്ച പെണ്ണുങ്ങൾ വൺ സൈഡ് എന്ന് പറയുന്ന ലൈഫ് കളയരുത്, കുറെ വർഷങ്ങളായില്ലേ, ഇതിനാണോ നീ ലൈഫ് ഇങ്ങനെ ആക്കിയത്, നീ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ കളയുന്ന കുറെ കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഹണി നന്നായി റിയാക്ട് ചെയ്യുന്ന ആളാണല്ലേ. സീരിയസ്ലി നമ്മൾക്കെതിരെ ഒരാൾ ഒരു തെറ്റായ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യണം. ആ സമയത്ത് തന്നെ റിയാക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടല്ല റിയാക്ട് ചെയ്യേണ്ടത്. എന്ത് കാര്യങ്ങളാണേലും ഇപ്പം എൻ്റെ അടുത്ത് കൃഷ്ണ അങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ പോലും തെറ്റാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുക. അല്ലാതെ മാറിപ്പോയിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് കൃഷ്ണ നീ എന്തിനാണ് ഇന്റർവ്യൂയുടെ സമയത്ത് എന്നോട് അങ്ങനെ സംസാരിച്ചതെന്നല്ല ചോദിക്കേണ്ടത്. എനിക്ക് ഇവിടെ സംസാരിക്കുന്ന സമയമുണ്ടല്ലോ, കൃഷ്ണൻ്റെ കയ്യിൽ കയറി പിടിക്കാനോ നമ്മൾ തമ്മിൽ അത് അവിടെ സംസാരിക്കേണ്ട കാര്യം പുറത്തുമായിട്ടല്ല സംസാരിക്കേണ്ട. റിയാക്ട് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ അവിടെ തന്നെ റിയാക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഇവിടെ സംസാരിച്ച് അത് സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പം ഇവിടെ സംസാരിക്കുമ്പോൾ ഇത്രയും പേര് കാണുന്നുണ്ട്, അത് ഒരു തെളിവില്ലാതെ എൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ വിളിക്കുമോ കൃഷ്ണനെ വിളിച്ചിട്ട് പറയാം കൃഷ്ണൻ എന്തിനാണ് സംസാരിക്കുക, കൃഷ്ണൻ പറയും ഞാനിപ്പോൾ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ എന്താണ് എവിഡൻസ് ഉള്ളത് അല്ലേ? നമ്മൾ എന്ത് കാര്യം സംഭവിക്കുന്നു ആ സ്പോട്ടിലാണ് അത് റിയാക്ട് ചെയ്യേണ്ടത് എന്നാൽ ഞാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് ചിലതൊക്കെ പിന്നെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വല്ല കമൻസ് ഒക്കെ വന്നാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ചില ആളുകളുടെ അക്കൗണ്ട് ഞാൻ കയറി നോക്കും, ഉണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കും. ചുമ്മാ വന്നിട്ട് ചിലർക്ക് ഒരു കാശിനും കൊള്ളാതിരുന്നിട്ട് ചുമ്മാ ഒന്ന് കമന്റ് ഇടും, നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കും. സത്യസന്ധമായിട്ടും നമ്മളവർക്ക് എന്ത് കഷ്ടമാണിത്. ചുമ്മാ ഒരു കാശ്, ഒരു ചേച്ചി എന്നെ 24 hours കമന്റ് ഇട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, യക്ഷി അവളെ കണ്ണ് കണ്ട്, യക്ഷി എന്നെ വിളിക്കുന്ന യക്ഷി ഇവളെ കണ്ണ് കണ്ടില്ലേ, ഇവളെ കണ്ടാൽ പേടിയാവുന്നു, ഇവളെ രാത്രി മുടി അഴിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ കള്ളിയങ്കാട്ട് നീടിനെ പോലെ ഉണ്ടാവും എന്നെ പറയണതാ. അപ്പം ഞാൻ ഓർത്താൽ ശരി ഇവര് ഭയങ്കര സുന്ദരിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ട് കയറിയപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ചേച്ചി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും റീച്ച് ആയിട്ടില്ല. അപ്പോൾ ഇതിന്റെ ദേഷ്യത്തിനാണ് ഞാൻ അവരുടെ അക്കൗണ്ട് കാണിച്ചത്, എന്നെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. എന്നിട്ട് ഇതിന്റെ ദേഷ്യത്തിൽ വന്നിട്ട് എനിക്ക് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഇവർ ലാസ്റ്റ് ഒരു ദേഷ്യം കമന്റ്. അപ്പം ഞാൻ ഇവർക്ക് പോയി റിയാക്ട് ചെയ്തപ്പോൾ ഇവർ വന്ന് കമന്റ് ചെയ്യും. മുന്നേ ഇവരോടൊക്കെ ഒരു സഹതാപമായിരുന്നു, ഇവരിപ്പോൾ അംഗീകരിച്ചു കൊടുത്തപ്പോൾ ഇവർക്ക് അങ്ങോട്ട് ഞാൻ ലാസ്റ്റ് റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണത്. ഇവർക്കിപ്പോൾ അങ്ങോട്ട് പെണ്ണുങ്ങളെക്കാൾ വലിയ അഹങ്കാരമാണെന്ന് അംഗീകരിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ അംഗീകരിക്കുന്നത്? ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, സ്ത്രീ എന്ന് പറഞ്ഞല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനും പറയുന്നത് ട്രാൻസ് വുമൺ എന്ന് തന്നെയാണ്, അല്ലാതെ ഞാനൊരു സ്ത്രീ ആണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സും എൻ്റെ എല്ലാ സ്വീകാര്യതയും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഫിലിംസ് അഭിനയിച്ചത് പോലും
ഞാൻ എൻ്റെ ട്രാൻസ്വുമൺ എന്ന ലേബലിൽ തന്നെയാണ് എനിക്ക് എല്ലാം കിട്ടിയത്. ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിയിലുള്ള വീട്ടിൽ എൻ്റെ മമ്മിയുടെ മോളായിട്ടിരുന്ന് ഇന്ന് എൻ്റെ ഏതെങ്കിലും ഒരു ചേട്ടന്മാരുടെ അച്ചായന്മാരുടെയോ ആരുടെങ്കിലും ഭാര്യയായിട്ട് കുട്ടികളുടെ അമ്മയായിട്ട് ഇരുന്നേനും. സീരിയസ്ലി എൻ്റെ 4 ചേച്ചിമാരുടെ അതേ കാറ്റഗറിയിൽ അവരുടെ അച്ചായന്മാരുടെ കുട്ടികളെ നോക്കി ഇരിക്കേണ്ടി വന്നേനും. അങ്ങനെ സംഭവിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ വന്നിട്ട് സംസാരിക്കാനും എൻ്റെ നാട്ടിൽ എന്നെ പോലെ ഇതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ്. ഇപ്പോൾ നാളെ ഉണ്ടാകുമായിരിക്കും. ഇപ്പം എൻ്റെ അറിവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫാമിലിയും ഞാനാണ് ഉള്ളത്. അപ്പം ഒരു സമയത്ത് ഞാൻ അങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അച്ചീവ്മെൻ്റ് ആയത് എൻ്റെ ഈ ഞാൻ ഈ ജെൻഡറിലായതുകൊണ്ടാണ്. അപ്പോൾ ഇവർ വന്നിട്ട് പറയുവാണ് ഇവർ അംഗീകരിച്ചത് കൊണ്ടാണെന്ന്. ഇവരാണ് എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തി അംഗീകരിപ്പിച്ചത്. ഇവരെനിക്ക് ഇവർ വിളിച്ച് എന്നെ അംഗീകരിപ്പിച്ചതാണോ? ചുമ്മാ ഇരുന്ന് കമൻ്റ് അടിക്കുക. എന്നിട്ട് ഇവർ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു കുക്കു എന്ന് പറഞ്ഞ ചേച്ചീനെയും കൂടി വന്നിട്ട് ആ ചേച്ചീനെ എന്തോ സംസാരിപ്പിച്ച് ആ പാവത്തിനെ കൊണ്ടുവന്ന് കമൻ്റ് അടിപ്പിച്ച് അവസാനം ഞാനും ആ കുക്കുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ലാസ്റ്റ് ആ കുക്കു ചേച്ചി വന്നിട്ട് എനിക്ക് കമൻറ്റ് പബ്ലിക്കായിട്ടിട്ട് സോറി പറഞ്ഞതിൻ്റെ അടുത്ത്. ഇപ്പം എനിക്ക് ഒരു സഹോദരനെ പോലെയാണ് ആ ചേച്ചി, കുക്കു എന്ന് പറയുന്ന ചേച്ചി. അതിൻ്റെ സോറി പറഞ്ഞ കമൻറ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യത്തിനും വെച്ച് സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നോട് പറഞ്ഞ സോറി മോളെ, അവരെന്നോട് ഇങ്ങനെ സംസാരിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ എത്രത്തോളം അവർ ഇൻഫ്ലുവൻസ് ചെയ്തവരാ തെറ്റായിട്ട് നമ്മൾ സ്ത്രീകളെ ഇങ്ങനെ കാണിക്കുന്നവർ ബോഡി പാർട്സ് കാണിച്ച് നമ്മുടെ വിലയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ മൈൻഡ് എത്രത്തോളം അവർ കളഞ്ഞു. ലാസ്റ്റ് ആ ചേച്ചിക്ക് മനസ്സിലായി ഞാൻ ബോഡി കാണിച്ചാൽ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ നശിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശം ഞാൻ കൃഷ്ണനെ ചീത്ത വിളിക്കുന്നു. എങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ ട്രാൻസ്വുമണിനെ അത് ബാധിക്കുന്നത്? പറ. ഹണി ആരോഗ്യമല്ലേ അത് ഇതാകുന്ന. ഇപ്പം കുറെ കേസുകൾ നടക്കുന്നുണ്ട്. ഒരാളുടെ പേര് പറയുമ്പോൾ എല്ലാവരും എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? സത്യമല്ല. ചെയ്യാത്ത ആളുകൾ അത് ബാധിക്കില്ലല്ലോ, ചെയ്യുന്ന ഒരു വ്യക്തിനെയല്ലേ അത് ബാധിക്കുന്നത്. അപ്പോൾ ഈ ചെയ്യാത്ത ഞാനൊരു കാര്യം ചെയ്ത് എന്നെയല്ല ബാധിക്കുന്നത്. ഞാൻ എൻ്റെ ശരീരം കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്തുള്ള എല്ലാ ട്രാൻസിനെയും ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും, അങ്ങനെയാണ് പെണ്ണുങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നു. ഫ്ലാറ്റിൻ്റെ മുകളിൽ താഴത്തെ കുട്ടികളെ എറിഞ്ഞു കൊല്ലുന്നു, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ആണുങ്ങളുടെ കൂടെ ഓടിപ്പോകുന്നു. ഇതൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾ കാരണം ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും പേര് പോവുകയാണ്. അല്ല, അവനവൻ ചെയ്യുന്നതിന് അവനവൻ്റെ പേര് തന്നെയാണ് പോകുന്നത്, അല്ലേ? സത്യമാരല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ എന്നെ കുറ്റം പറ്റെങ്കിൽ എന്നെ മാത്രം പറയാ. എല്ലാവരുടെയും പേര് കളഞ്ഞു. നിങ്ങളെ കുറച്ചുപേരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നീ കാരണം അത് പോയി. ഞാൻ കാരണം ആരുടെ ഒരു വില പോകുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്, എൻ്റെ മമ്മിയുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത്. പിന്നെ ഇവർ പറയുന്ന കുറെ കമന്റുകൾ അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ചിരി വരും. ഇപ്പൊ നമ്മള് ഹണിയുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്തു കഴിഞ്ഞാല് അതിന്റെ താഴെ ഹണി തന്നെ റിപ്ലൈ കൊടുത്തിട്ട് കാണാം. അതായത് നല്ല കമന്റ്സിനും കൊടുക്കും, ചീത്ത കമന്റ്സിനും കൊടുക്കും. അപ്പൊ മൊത്തത്തിലൊരു പറച്ചിലുണ്ട്, ഹണി ഭയങ്കര ബോൾഡാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും. അങ്ങനെ ഒരു, അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഹണിക്ക് അങ്ങനെ ഒരു പേര് തന്നെയുണ്ട്, ഭയങ്കര ബോൾഡാണ്. അത് ആക്ച്വലി ഞാൻ ബോൾഡുമാണ്, അതേപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയ കാര്യങ്ങൾ മതി അത് പെട്ടെന്ന് കരയും. പക്ഷെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കണം. ഞാൻ ജസ്റ്റ് കാണുന്ന ആൾ അല്ലെങ്കിൽ അധികം ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ആൾ പറഞ്ഞാൽ എനിക്ക് ഹേർട്ട് ആവില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളെന്നെ ഹേർട്ട് ചെയ്താൽ ഞാൻ പെട്ടെന്ന് കരയും. ഇപ്പോൾ അനു എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സങ്കടമാവും, ഗബ്രി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമാവും, മീൻസ് എൻ്റെ പാർട്ണർ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യവും ഹേർട്ടൊക്കെ. പക്ഷേ അല്ലാത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും. സത്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാനത് മൈൻഡേ ചെയ്തില്ല. കാരണം സത്യം പറയുന്നത് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ചെയ്തൊരു കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാത്തുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യുക. ഇപ്പം കൃഷ്ണനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു കാര്യം ഞാൻ തെറ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാ മിണ്ടാണ്ടിരുന്ന് കേൾക്കണത്? അവർ പറയട്ടെ എന്നൊരു എന്തിനാണ്? പലരെക്കുറിച്ചും പലരും പറയുന്നുണ്ട്. എല്ലാവരും പിന്നെ സംസാരിക്കുക, ഞാൻ ഇന്ന സ്ഥലത്ത് ബിസി ആയിട്ടിരിക്കുവാണ്, നാളെ വന്ന് സംസാരിക്കാം. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളത് ചെയ്തു എന്ന് അവിടെ അംഗീകരിക്കുവാണത്. ഈ ഇന്നത്തെ ജനറേഷൻ അല്ലെ ഇന്നത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇന്ന് പരസ്യത്തിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം അതവിടെ മൊത്തം അത് വൈറലായിക്കൊണ്ടിരിക്കുവാണ്. നാളെ നമ്മളിത് ചെയ്ത് ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് അത് സപ്പോർട്ട് ചെയ്യും. നാളെ ഞാൻ ചെയ്തില്ല എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്ത ആൾക്കെതിരെ ഒരു ആർഗ്യുമെന്റ് നടത്തി കഴിഞ്ഞാൽ ഈ ചെയ്തില്ല എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്ത ആളുകൾ പറയും ഞങ്ങൾക്ക് അന്നേ അറിയായിരുന്നു നീ അത് ചെയ്തു എന്ന് പറയും. അങ്ങനത്തെ ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഏത് നിമിഷവും നമ്മളെ പൊക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളെ താഴത്തേക്ക് ഇടാൻ നിസ്സാര സമയം മതി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും റിയാക്ട് ചെയ്യുക, നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ചുമ്മാ പോയിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. കാരണം ചിലതൊക്കെ ഫേക്ക് ആയിരിക്കും, അവരൊക്കെ അങ്ങോട്ട് റിസ്ട്രിക്ട് ചെയ്തിടുക. ആവശ്യമില്ലാത്ത പറഞ്ഞാൽ എന്തായാലും റിയാക്ട് ചെയ്യുന്നൊക്കെ അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഗബ്രി എങ്ങനെയാ കമന്റ്സിന്, നെഗറ്റീവ് കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുക്കലുണ്ടോ? ഞാൻ പൊതുവെ അത് കാര്യമാക്കാറില്ല, ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഹണിയാണ് എനിക്ക് വേണ്ടി റിപ്ലൈ കൊടുക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ കൊടുക്കാറില്ല, കാരണം ഞാനത് ആൾക്കാർ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞാനത് വിടും. പക്ഷെ ഹണി അതിന് പ്രതികരിക്കും, മിണ്ടാതിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. പാവം, മീൻസ് ഗബ്രി ഭയങ്കര പാവമാണ്.
സത്യമായിട്ടും ഗബ്രി ഭയങ്കര പാവാണ്. പാവാണോ ശരിക്കും? സീരിയസ്ലി പാവാണ്. ചിരിക്കുന്നു. ഗബ്രി ഭയങ്കര പാവാണ്. അപ്പൊ ഗബ്രീനെ ഇങ്ങനെ പറയുമ്പോൾ ഓർക്കും എന്തൊരു മീൻസ് ആളുകൾ അറിയില്ലല്ലോ ഈ ഇത്ര പാവമായ ഒരാളെ പോലും ഇങ്ങനെയൊക്കെ ഇട്ട് പറയുന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഞാൻ നല്ല രീതിയിൽ പറയും. ചുമ്മാ ഇവന്റെ ഫേസ്ബുക്കിലൊക്കെ വന്ന കമന്റ് കാണണം, ഇവന് അച്ഛന്റെ പൈസ കൊണ്ട് ആർഭാടമായി ജീവിക്കുന്നു. മീൻസ് ആളുകൾ അങ്ങനെയൊക്കെ പറയുക, അച്ഛന്റെ പൈസക്ക് ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ. അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛന്റെ പൈസ അല്ല പിന്നെ ആരുടെ പൈസ കിടക്കാനാണ്? അവരുടെ സ്വന്തം മാതാപിതാക്കള് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാനല്ലേ? ഇതിനൊക്കെ വന്ന് കമന്റ് ഇട്ടിട്ട് അതിന് അപ്പൊ ഇവൻ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എടോ എന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛന്റെ ചീത്തവിളി അവര് ചുമ്മാ ഒരു ചൂണ്ടയിട്ടിട്ട് നമ്മളതിൽ കൊടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവനായിട്ട് ഇപ്പൊ ഇവന് ഭയങ്കര ഹേർട്ടായിട്ട് ഇവൻ മിണ്ടാണ്ടൊക്കെ ഇരിക്കണായിരിക്കും. ഞാൻ പറയും എന്ത് പറ്റി? ഒന്നുമില്ലടി എന്ന് പറഞ്ഞിരിക്കും. ഞാൻ പറയും നോക്കാന്ന് പറഞ്ഞ് ഞാൻ കയറി നോക്കുമ്പോ ഈ കമന്റ് ആയിരിക്കും. ചുമ്മാ അച്ഛനെയൊക്കെ വിളിച്ചോണ്ടിരിക്കും. പിന്നെ അച്ഛൻ ഭയങ്കര സീനാ. അപ്പൊ ഞാൻ പറയും എന്തിനാ കേട്ടോണ്ടിരിക്കുന്നത്? ചുമ്മാ അവന്റെയൊക്കെ വരികൾ കേൾക്കണത്. ഞാൻ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ ഒറിജിനൽ അക്കൗണ്ട് ആയിരിക്കും. ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കൊടുക്കും. നല്ല കൊടുക്കും. കാരണം ഈ പറയണവന്മാര് ഈ അച്ഛൻ്റെ ഉണ്ടാവില്ല അമ്മയുടെ ഉണ്ടാവില്ല ഒരാളുടെ ഉണ്ടാവില്ല. വീട്ടിൽ പെണ്ണുമ്പിള്ളയുടെ അടിയും കൊണ്ട് ഇരിക്കണായിരിക്കും ചുമ്മാ. എന്നിട്ടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് അവരുടെ സ്വന്തം ലൈഫ് എൻജോയ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു കോന്തം വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക ചുമ്മാ ഇരുന്നുണ്ട്. അപ്പൊ അവന്റെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ കള്ളം കുടിച്ച് ഇങ്ങനെ ഇരിക്കുക ചുമ്മാ. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും. ചില ആളുകളുണ്ട് കേട്ടോ, നമ്മളെ കാണുമ്പോൾ നല്ല സ്നേഹത്തോടെ ഒക്കെ സംസാരിച്ചിട്ട് അങ്ങോട്ട് മാറിയെന്ന് കിട്ടാൻ മതി. സത്യം അങ്ങനെയുള്ള ആളുകളുണ്ട്. പൊതുവേ ഉള്ള ഒരു പരിപാടിയാണ്. ചിലപ്പോൾ ലുലുവിലൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മുടെ വന്നിട്ട് അയ്യോ മോളായിരുന്നല്ലേ എന്നൊക്കെ സംസാരിച്ചിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവർ ഗ്രൂപ്പിൽ പോയി സംസാരിച്ചിട്ട് ആ റെക്കോർഡ് എനിക്ക് ആളുകൾ അയച്ചു ഇങ്ങോട്ട്. ഇന്ന് കണ്ടായിരുന്നു ആ പെണ്ണിനോ എന്തൊരു അഹങ്കാരമാണ് അതിനൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു കേട്ട് ഫോർവേഡ്. അപ്പം ഞാൻ പറയും എൻ്റെ ഈശ്വര. ഒരു വട്ടം ഞാൻ ഈ ലുലുമള ഷോപ്പ് ചെയ്യണ സമയത്ത് ഒരു ഫാമിലി പോണം. അപ്പൊ ആ കുട്ടികളെ നോക്കി ചിരിച്ചപ്പോൾ ഞാൻ എന്താ ചിരിക്കണമെന്ന് വെച്ചപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ട് ചിരിച്ചെന്ന് കുറെ സംസാരിച്ചിട്ടാ. അപ്പൊ അതിന്റെ അമ്മ വന്നിട്ട് കുറെ നേരം എന്നെ സംസാരിച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് പോയി. ഇവർ ആ സെൽഫി ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ഇവരിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുക. ഡ്രസ്സിങ് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മുടെയൊക്കെ പേര് കളയും, എന്ത് അഹങ്കാരമാണ് ആ കൊച്ചിന്. ആ ലുലുമാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എല്ലാവരും അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണാണെന്നല്ലേ പറയത്തുള്ളൂ, പെണ്ണുങ്ങളുടെ വില കളയാൻ വേണ്ടി ഇങ്ങനെ ഓരോ കോപ്രായങ്ങളെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഗ്രൂപ്പിലിട്ടിട്ട് അത് ആ ഗ്രൂപ്പിലുള്ള പെണ്ണിനെ എന്നെ അറിയായിരുന്നു. അപ്പൊ എൻ്റെ രഞ്ജുമമ്മിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആ ഗ്രൂപ്പിനകത്തുണ്ട് സ്റ്റുഡൻറ്റ്. അവരെനിക്കത് ഷെയർ ചെയ്തിട്ട് ഇവർ ഇന്ന് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇട്ട ഗ്രൂപ്പിലെന്ന് പറഞ്ഞു. ഞാൻ പറയും ഇതാണ് മീൻസ് നമ്മളെടുത്ത് കാണുമ്പോൾ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ പേഴ്സണലിലേക്ക് ചെന്നിട്ട് ഇത് ഷെയർ ചെയ്തപ്പോൾ ആരോ ഒന്ന് കമന്റ് ചെയ്താണ് ഇത് ട്രാൻസ്വുമൺ അല്ലേ എന്ന് കമന്റ് ചെയ്ത് ഇട്ടപ്പോ അത് തന്നെ ട്രാൻസ്വുമൺ ആണ് ഓരോ കോപ്രായങ്ങളെ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുക. നമ്മളെ കാണുമ്പോൾ ഇവർക്കത് പറഞ്ഞുകൂടെ എന്നാ ഇതിങ്ങനെ കോപ്രായം കെട്ടി നടക്കണ എന്തിനാണ് ഇങ്ങനെ നടന്നത്. അപ്പൊ ഞാൻ നേരിട്ട് മറുപടി കൊടുക്കൂല. എനിക്ക് ആ ഗ്രൂപ്പിൽ കയറി സംസാരിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് പറയാൻ അവരോട്? എന്റെ അടുത്ത് നേരിട്ടാണെങ്കിൽ ഞാൻ അവർക്ക് നല്ല രീതിയിൽ മറുപടി പറഞ്ഞു കൊടുത്തേനോ. എനിക്ക് തോന്നുന്നു നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മറുപടി കിട്ടുന്നുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. അതെ സീരിയസ്ലി ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആളുകൾക്ക് സംസാരിക്കാൻ പേടിയാ. അതാ ഞാൻ പറഞ്ഞ ബോൾഡ് എന്നുള്ളൊരു ക്യാരക്ടർ ആണ് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്. ബോൾഡ് അല്ല ബേബി. ആക്ച്വലി ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. കുഞ്ഞിലേന്നും ഞാൻ അധികം സംസാരിക്കില്ലായിരുന്നു. ആരുടെ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാൻ എല്ലാം ഉള്ളിൽ ഒതുക്കി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൊച്ചിയിൽ നിന്ന് ഈ എറണാകുളം സിറ്റിയിലേക്ക് വന്നപ്പോഴാണ് എങ്ങനെയാണ് ആളുകളോട് പ്രതികരിക്കുന്നതെന്നും റിയാക്ട് ചെയ്യുന്നതെന്നും അതിനൊക്കെ എനിക്ക് സ്വീറ്റി എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള എൻ്റെ കൊളീഗാണ്. അപ്പോൾ ആ ഫ്രണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ മിണ്ടാണ്ടിരിക്കരുത്, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, റിയാക്ട് ചെയ്യണം. ഇപ്പോൾ എന്നെ ആരെങ്കിലും കയറി ഒന്ന് എവിടെയെങ്കിലും വെച്ച് കയറി പിടിച്ചാൽ പോലും ഞാൻ പേടിച്ചിട്ട് അത് പറയില്ലായിരുന്നു, വിടുന്നു പോലും പറയത്തില്ലായിരുന്നു. കാരണം എനിക്കത് പേടിയാണ്. റിയാക്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സ്വീറ്റി. പക്ഷേ എല്ലായിടത്തും റിയാക്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഹോട്ടലിൽ വെച്ചിട്ടൊക്കെ ഞങ്ങൾ തോമ്പുംപടിയിൽ ആധാറിൻ്റെ കാര്യം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഒരാൾ ഞാൻ മുടി അഴിച്ചിട്ട് കയറിയപ്പോൾ എന്നെ ഒരു അങ്കിള് വന്നിട്ട് മുടി അഴിച്ചിട്ടാണോ ഹോട്ടലിൽ കയറുന്നത് പറഞ്ഞ് അയാൾ കഴിക്കാൻ വന്നതാ. എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ കരയുക എന്ന് പറഞ്ഞാൽ ഇഫ്താർ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ട് മുടി അഴിച്ചിട്ട് കയറിയെന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ഷൗട്ട് ചെയ്യണ്. എനിക്കാണ് സങ്കടം വന്നിട്ട് പോയാ. എല്ലാവരും നോക്കണം. അവിടെ വേറെ പെണ്ണുങ്ങളെ മുടി അഴിച്ചിട്ട് ഇരിപ്പുണ്ട്. എന്താണ് സ്വീറ്റിക്ക് അങ്ങ് ദേഷ്യം വന്നു. സ്വീറ്റ് തൻ്റെ തന്തയാണോ അവിടെ മുടി അഴിച്ചിട്ടിരിക്കുന്നത്, തനിക്ക് എന്നാത്തിൻ്റെ താൻ ഇവിടെ നിന്നിട്ട് ഇവിടെ എന്തെങ്കിലും താൻ കഴിക്കാൻ വന്ന കഴിച്ചിട്ട് വെക്കണം, തൻ്റെ പാത്രത്തിൽ ഇങ്ങനെ മുടി കുറേ ഷൗട്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട സ്വീറ്റി, ആളുകൾ ശ്രദ്ധിക്കണം, പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞ് അപ്പം തന്നെ സ്വീറ്റി പോലീസിനെ വിളിപ്പിച്ച് സ്വീറ്റി കാര്യങ്ങൾ പറഞ്ഞു. സ്വീറ്റി എന്ന് പറഞ്ഞാൽ ജീവൻ ടി വിയിൽ ന്യൂസ് റീഡ് ചെയ്യണം. സ്വീറ്റി അപ്പം തന്നെ മീഡിയനെ വിളിപ്പിച്ചു, പോലീസിനെ വിളിപ്പിച്ചു. ഇവിടെ ഇങ്ങനത്തെ നിയമം ഉണ്ടോയെന്ന് ചോദിച്ചു. ഒരു ആൾക്ക് അയാളുടെ ഇഷ്ടത്തിന് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഈ കുട്ടി മുടി അഴിപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്തു പറഞ്ഞ് ഭയങ്കര സീനാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ റിയാക്ട് ചെയ്യണം.
റിയാക്ട് ചെയ്യാതെ മിണ്ടാണ്ടിരുന്ന ആളുകൾ വന്നവരും പോണേ കൊട്ടിക്കൊണ്ടേയിരിക്കും ചെണ്ട ഒന്നും പറയുന്നില്ലല്ലോ, കൊട്ടാലോ എല്ലാവർക്കും. ഇപ്പൊ ഞാൻ കൊട്ടയിൽ ചെണ്ടയെ സൗണ്ട് വരത്തില്ലേ, അതാണ് ചെണ്ടയുടെ പ്രത്യേകത. ആർക്കും വേണമെങ്കിൽ കൊട്ടാം, പക്ഷെ തിരിച്ച് ചെണ്ട നമ്മളുടെ കൈക്കെട്ട് കടി തന്നാൽ കൊട്ടാൻ ചെല്ലും ആരെങ്കിലും ഇല്ല. അതേപോലെ നമ്മൾ റിയാക്ട് ചെയ്യണം, ചുമ്മാ എല്ലാത്തിനും റിയാക്ട് ചെയ്യണമെന്നല്ല പറയണം. നമ്മൾക്കെതിരെ ഒരു തെറ്റായ ആർഗ്യുമെന്റ് ആരെങ്കിലും നടത്തിയാൽ നമ്മൾ തിരിച്ച് സംസാരിക്കുക. എന്തിനാണത് സംസാരിച്ചത്, തെളിവുണ്ടോ, എവിഡൻസ് ഉണ്ടോ, സംസാരിക്കുക. അങ്ങനെ പറയും. ഇപ്പം എൻ്റെ റിലേഷൻസ് ആണെങ്കിലും ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ അവരുടെ നഷ്ടപരിഹാരം മേടിച്ച് സ്വത്തുക്കളെല്ലാം മേടിച്ചിട്ട് പിരിഞ്ഞു വന്നു. അത് ഇവർക്ക് എന്താണ് എവിഡൻസ് ഉള്ളത്? ഉണ്ടെങ്കിൽ സംസാരിക്കണം അല്ലേ? ചുമ്മാ നമ്മൾ ഏത് റിലേഷൻ ബ്രേക്കപ്പ് ആയാലും പറയുന്ന ഒരു കാര്യമാണ്, ഈ സ്ത്രീകൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പറയും അവർ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട്. അതിനകത്ത് അവർ എത്രത്തോളം ടോക്സിസിറ്റി അനുഭവിച്ചിട്ടുണ്ടാവുന്നു, അവർ അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനായിരിക്കും ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നൊന്നും അറിയില്ലല്ലോ. രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആണുങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും, പെണ്ണുങ്ങളും അനുഭവിച്ചിട്ടുണ്ടാവും, ഞാനും അനുഭവിച്ചിട്ടുണ്ടാവും. അത് ഇവർക്ക് അറിയില്ലല്ലോ. ചുമ്മാ ഇരുന്നിട്ട് കമന്റ് അടിക്കുമ്പോൾ അത് അവിടെ സത്യമാണല്ലേ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ റിയാക്ട് ചെയ്തേക്കണം അതാണ്. അതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് റിയാക്ട് ചെയ്യില്ലായിരുന്നു. റിയാക്ട് ചെയ്യാൻ കാരണം എന്താ, അതിനകത്തൊരു ഒരു കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രത്തോളം നഷ്ടപരിഹാരം മേടിച്ചിട്ട് വേറെ ഒരുത്തിനോട് ജീവിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. അതെനിക്ക് ഭയങ്കര ഹേർട്ടായി. ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ് ഹസ്ബൻഡുമായിട്ട് ഞാൻ ഇപ്പോഴും കോൺടാക്ട്സ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ഓരോ വ്യക്തിയോട് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ആ വ്യക്തിനെ ഞാൻ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റുമോ? ചുമ്മാ നമ്മളെക്കുറിച്ച് പറയുന്നതല്ല നമ്മൾ സത്യമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുന്ന പോലെ മിണ്ടാണ്ടിരുന്നെങ്കിൽ നമ്മൾ അംഗീകരിക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ഒന്നും സംസാരിക്കുന്നില്ല, ഗബ്രി എല്ലാം കേട്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ, സൈലന്റ് അല്ലേ, അതോ ഹണി സംസാരിക്കാൻ സമ്മതിക്കഴിഞ്ഞിട്ടാണോ? ഇനി ഞാൻ ഗബ്രിയോട് ചോദിക്കുക, അതായത് ഇപ്പോൾ ഒരു ട്രാൻസ് മെൻ ആണല്ലോ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി ട്രാൻസ് മെൻ ആണെങ്കിലും ട്രാൻസ് വിമൺ ആണെങ്കിലും അവർ നോക്കി കാണുന്ന ഒരു സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. നേരത്തെ കാലം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മുടെ വീഡിയോസിന് താഴെ വരുന്ന കുറെ വൾഗർ ആയിട്ടുള്ള കമന്റ്സ് ഉണ്ടാവും. ഒരുപാട് പേര് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ മാറാത്ത ഒരുപാട് പേരും ഉണ്ട്. നമ്മളെ മോശം പറയാൻ വേണ്ടി തന്നെ ശ്രമിക്കാൻ, അതിനുവേണ്ടി തന്നെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി വരുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ മോശം കമന്റ്സ് വരുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ആയിക്കോട്ടെ ഹണിയുടെ ആയിക്കോട്ടെ എല്ലാവരുടെ വീഡിയോസിൻ്റെ താഴെ വരുന്നുണ്ട്. അതിപ്പം അവർക്ക് പേഴ്സണലി ഞങ്ങൾ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഞങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങളുടെ ഫോണിലെടുത്ത വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. അതിന് അവർ കാണണ്ട, അതവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിൽ വന്ന് കമന്റ് മോശമായിട്ട് ഇടുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ കുറേയൊക്കെ വെറുതെ വിട്ടുകളയും, പക്ഷെ പ്രതികരിക്കേണ്ടത് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ട്രാൻസ് പീപ്പിൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലാണ് കുറെ ആൾക്കാർക്ക് പ്രശ്നം തോന്നുന്നത്. അതായത് നോർമൽ ആൾക്കാർ ചെയ്യുമ്പോൾ പ്രശ്നം. ഇപ്പോൾ സ്റ്റെല്ലയുടെ മാരേജ് പറഞ്ഞു, അപ്പോൾ അത് കുറെ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താ ഇപ്പം ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് ആദ്യമായിട്ടാണോ, അങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ ചോദിച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ ചെയ്യുമ്പോഴാണ് കുറെ ആൾക്കാർക്ക് പ്രശ്നം അല്ലേ? മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് കാര്യം പോയാലും ഫിസിക്കലിലേക്ക് പോകും. എല്ലാ കാര്യങ്ങളും ചെയ്തേ ഇവർ ബെഡ്റൂമിൽ എന്താ ചെയ്യുന്ന. പിന്നെ കോലുകളി എന്നൊരു സംഭവം, മെയിനായിട്ട് കോലുകളി, രണ്ട് മിസൈലുകൾ തമ്മിൽ വന്ന് ഇടിക്കും. ഞങ്ങളുടെ കമന്റുകളിലൊക്കെ വന്നത്, എൻ്റെ കമന്റിൽ പിന്നെ അത് കുറവാട്ടോ. ഇപ്പം അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല. മീൻസ് എനിക്ക് അവർ ഒഴിവാക്കിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ കമന്റ് ഇടുന്ന ആളുകൾ. അങ്ങനത്തെ കമന്റുകൾ എൻ്റെ കുറവാണ്. ഈ മിസൈൽ വന്നിരിക്കുന്നത് കോലുകളിയൊക്കെ എനിക്ക് തോന്നുന്നു അതില്ല. ചിലപ്പോൾ സർജറി ചെയ്ത ഒരാളായതുകൊണ്ടായിരിക്കാം. മുന്നേ ഉള്ള അല്ലാത്ത ആളുകളുടെ മിക്കതിനും കാണുന്നത് ഇപ്പൊ സ്റ്റെല്ലയുടെ ഇത് കണ്ടറിയാം, രണ്ട് മിസൈലുകൾ തമ്മിൽ വന്ന് ഇടിക്കുന്നു. ബെഡ്റൂമിൽ എങ്ങനെയാ, ഇവരുടെ ബയോളജിക്കൽ എങ്ങനെയാണ്, മീൻസ് ആളുകൾ എന്തിനാണ് ഇതിലേക്ക് ഇത്ര ക്യൂരിയസ്. ഇപ്പൊ സ്റ്റെല്ലയുടെ കാര്യത്തിലാണ്, സ്റ്റെല്ല 9 years ആയെന്ന് പറയുന്ന ഒരു റിലേഷനായിട്ട്. അയാള് ആ സുജിത്ത് എനിക്കറിയില്ല, പുള്ളി ആ സ്റ്റെല്ലേനെ എല്ലാ രീതിയിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അയാളുടെ ആ ഒരു മനസ്സിന്റെ സ്നേഹമാണ് ആ കാണുന്നത്. ഇവര് ഇതിനെ കുറിച്ചിട്ട് ഇത്രത്തോളം പറഞ്ഞ് ഇവരാഗ്രഹിക്കുന്നത് എന്താണ്, പുള്ളി ഡിവോഴ്സായി പോകണമെന്നോ അല്ലെങ്കിൽ വിട്ടിട്ട് പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എൻ്റെ പാർട്ട്ണറിനോടത്തും ഇതൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന വെച്ചത് എല്ലാവരും. ഇപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ പുള്ളിയുടെ അനിയത്തിനെ കെട്ടിയിരിക്കുന്നത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത്, എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററിനെ കെട്ടിയിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിലെ നിത്യ സന്ദർശകനായിരുന്നു ആള്. എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്ലാറ്റിൽ നിത്യ സന്ദർശകനായിരുന്നു ആള് പറവൂരിലുള്ള. എന്നിട്ട് ആള് എന്നെയും ഹസ്ബൻഡിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ഒരു ദിവസം ഞാൻ കേട്ടതാണ് അപ്പുറത്തെ ബാൽക്കണിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ഓൾറെഡി സിസ്റ്ററിനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുള്ളിയുടെ സിസ്റ്ററിന്റെ ഷൂട്ടിന് പോയി, പുള്ളിക്കാരത്തെ പൊട്ടിക്ക് നടത്തുക. അപ്പോൾ അതിന് ഷൂട്ടിന് പോയ സമയത്ത് ഇവർക്ക് തമ്മിൽ കാണുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കാനുള്ള ഒരു കാരണം അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ നോക്കുന്ന സമയത്താണ് ഈ പുള്ളിനെ കിട്ടിയത്. അപ്പോൾ പുള്ളി ഞങ്ങളുടെ ഫ്ലാറ്റിൽ എപ്പോഴും വരുമായിരുന്നു.
അങ്ങനെ ഇവർ തമ്മിൽ ഈ അനിയത്തിയും ഇവരും തമ്മിൽ കോൺടാക്ട്സ് ആയി. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്നെ അത്ര നാൾ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഫുഡൊക്കെ വെച്ച് കൊടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന ആൾ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഞാനും ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആൾ പിന്നെ 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 ഹസ്ബൻഡിനെ കൊണ്ട് എപ്പോഴും പുറത്തു പോകാൻ തുടങ്ങി. എപ്പോഴും പുറത്തു പോക്കാണ്. അപ്പം ഞാൻ ചോദിക്കും എന്തോ പറ്റി ഇപ്പം പതിവില്ലാത്ത പുറത്തു പോക്കാണ്. അപ്പം എനിക്കറിയില്ല എന്താ സംഭവം. കാരണം പുള്ളിക്ക് ഒരു ഉദ്ദേശമുണ്ട്, ഫ്രണ്ടിന് ഉദ്ദേശമുണ്ട് അനിയത്തിനെ കല്യാണം കഴിക്കണം, അനിയത്തിക്കൊരു ഉദ്ദേശമുണ്ട്, അമ്മയ്ക്കൊരു ഉദ്ദേശമുണ്ട്, എൻ്റെ നിന്ന് ഹസ്ബൻഡിനെ പിരിച്ചുകൊണ്ട് പോകണം. ഇത് അവർക്ക് നല്ലോണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യണത്, ഫാമിലി അല്ലേ നന്നായി പോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കിട്ട് തന്നെ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാനത് എനിക്ക് നമ്മളെ ഒരാൾ വലിച്ചെറിയും മുമ്പേ ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുത്തു. കാരണം നമ്മൾ ഭയങ്കര ഹേർട്ടായി പോകും. അത് നമ്മളൊരാൾ വലിച്ചെറിയുന്ന മുമ്പേ നമ്മൾ പുറയിൽ നടന്നു പോകണം. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. സീരിയസ്ലി എൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് പിരിയാമെന്നുള്ളൊരു ഡയലോഗ് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനായിട്ട് അങ്ങോട്ട് പോയിട്ട് എനിക്ക് നിങ്ങളെ വേണ്ട, നമുക്ക് തമ്മിൽ പിരിയാമെന്നൊരു കാര്യം ആൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാരണം അവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിക്കാമെന്ന്. ആ പെൺകുട്ടിനെ അവർ ഞാൻ പിരിയുന്നത് മാസം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ അവർ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അത് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണല്ലേ, അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വർഷം ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആയിരുന്നു, ഫിസിക്കലി മെൻ്റലി അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉള്ള ഞങ്ങൾ തമ്മിലുള്ള റിലേഷനുള്ള ഒരാൾ എന്നോട് പിരിഞ്ഞിട്ട് കുറച്ച് ദിവസം പോലും ആൾ വിഷമിച്ചിരുന്നിട്ടില്ല. പെട്ടെന്ന് ഒരു പെണ്ണിനെ മാരേജ് ചെയ്തു. അപ്പോൾ ആള് ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് എന്നെ പറ്റിച്ചേണം, മനസ്സിലാവും, എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ ചോദിക്കും അടുത്ത വരാമണ നിന്നെ കൊള്ളാഞ്ഞിട്ടായിരിക്കും എന്ന് പറയും. അടുത്ത കമൻറ്റ് വരാമണ എന്നെ കൊള്ളാഞ്ഞിട്ടാണ്. എന്നെ കൊള്ളാഞ്ഞിട്ടൊന്നുമല്ല, ഈ ലോകത്തുള്ള ഏറ്റവും സുന്ദരി എന്ന് പട്ടം കിട്ടിക്കുന്ന ഡയാന രാജകുമാരി എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ലൈഫിൽ നടന്നിരിക്കുന്നത് എന്താണ്, അവരെയോ അവരുടെ പാർട്ണർ ചീറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ സ്ത്രീകളെ തേടിപ്പോയിട്ടുണ്ട്. സൗന്ദര്യമോ ഭംഗിയോ ശരീരമോ സെക്സോ ഒന്നും അല്ല കാരണം. ഓരോ വ്യക്തികളുടെ ജെന്യുവിൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്നൊരു സാധനമുണ്ട്, അവരുടെ സോളുണ്ട്. ആ സംഭവം മോശമാണെന്നുണ്ടെങ്കിൽ ഏത് നല്ലൊരു പെണ്ണിനെ കിട്ടിയാലും ഏത് നല്ലൊരു പാർട്ണറിനെ കിട്ടിയാലും പെണ്ണായാലും ആണായാലും ചീറ്റ് ചെയ്യത്തില്ലേ? അത് എല്ലാ ലൈഫിൽ നടന്നിട്ടുണ്ട്. എത്രയോ സുന്ദരിയായ സ്ത്രീകളുള്ള പുരുഷന്മാർ. എന്നിപ്പോൾ ഞാൻ എറണാകുളത്ത് ചക്കരപ്പറമ്പിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ ടോപ്പ് ഫ്ലോറിൽ താമസിക്കുന്നു. അതിന് മുമ്പ് ഞാൻ താഴത്തെ ഫ്ലോറിൽ താമസിക്കുന്ന സമയത്ത്, പേര് ഞാൻ പറയുന്നില്ല ആളുടെ, എൻ്റെ റൂമിൻ്റെ ഇപ്പുറത്തെ താമസിക്കുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ ഇത്രയോ സുന്ദരിമാരായ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ വരുമായിരുന്നു. ഫ്രണ്ടാ, എല്ലാവരും ഫ്രണ്ട്സാ. ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ആ കുട്ടിയെ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന രീതിയിലല്ല, ഫോട്ടോസും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളല്ല കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ സിനിമ ഫീൽഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതേ കാര്യങ്ങളിൽ കുറ്റം ചുമത്തപ്പെട്ടവരും ചുമത്തപ്പെടാത്ത കുറേ ആളുകളുടെ പേരിലുള്ള ആളുകളും ഈ പറയുന്ന ഫ്ലാറ്റിൽ വന്ന് പോയിട്ടുണ്ട്. എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ, ഈ പറയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ ഈ ഫ്രണ്ടിനെ കാണാൻ വന്ന് പോയിട്ടുണ്ട്. അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? അപ്പോൾ ഞാൻ ചോദിക്കും എന്തിനു വന്ന്, മോളെ എന്തിനാ വന്നെന്നറിയില്ലേ? മീൻസ് അവൾ വിത്തിന് എവിഡൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫോട്ടോസ്. പക്ഷെ അവൾക്ക് ഇത് പബ്ലിക്കലി പറയാനോ സംസാരിക്കാനോ താല്പര്യമില്ല. അപ്പോൾ ചോദിക്കും ഞാൻ ഇങ്ങനത്തെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞാൻ ടിറ്റോ വിൽസൻ്റെ ഒരു ഫിലിമിൽ അഭിനയിച്ച സമയത്ത്, ഗോഡ്സ് ട്രാവൽ എന്ന് പറഞ്ഞ ഫിലിമിൽ തിരുവനന്തപുരത്ത് അഭിനയിക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാമറമാൻ എന്നെ ഒരു ചീത്ത വിളിച്ചു. ഇങ്ങനെ മാ കൂട്ടിയിട്ട് നല്ലൊരു ചീത്ത വിളിച്ചു തന്നെ. കാരണം എന്നെ അല്ല വിളിച്ചത്, വിളിച്ചത് തന്നെയാണ്, പക്ഷെ വിളിക്കേണ്ടത് എന്നെ അല്ലായിരുന്നു. അതിനകത്ത് വേറെ ആളാണ് സംസാരിച്ചത്. അപ്പം ഞങ്ങൾ ഓൺ ദ സ്പോട്ടിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഫിലിം. അപ്പം ഞാൻ സൈഡിൽ ഇരിക്കുവാണ്. അപ്പം ഞങ്ങളുടെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ആരോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചപ്പോൾ ഈ ആൾ കണ്ടു സംസാരിക്കുന്ന ആളാണ്. അപ്പം ഇത്തിരി സീനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആളെ തെറി വിളിച്ചില്ല. ഉടനെ എന്നെ നോക്കിയിട്ട് എന്നെ വിളിച്ച് എടി ദാഷേ മിണ്ടാണ്ട് കീടിന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് ഈ പറഞ്ഞ വ്യക്തിനെ തെറി വിളിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്നെ തെറി വിളിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ അപ്പം തന്നെ റിയാക്ട് ചെയ്തു. പുള്ളിക്ക് അയാളെ തെറി വിളിക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് ആ പുള്ളീൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ ഡയറക്ടറിൻ്റെ അടുത്ത് അനീഷിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫിലിമിനെ അഭിനയിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരാളുടെ ഭാഗത്തുനിന്നും എനിക്കൊരു മോശം അപ്രോച്ച് ഉണ്ടാകാൻ പാടില്ലെന്ന്. ഞാൻ അപ്പം തന്നെ എണീറ്റിട്ട് എനിക്ക് ലാസ്റ്റ് ഒരു ക്ലൈമാക്സും ഷൂട്ട് കൂടി ഉണ്ടായിരുന്നു. ഞാൻ പറയും എനിക്ക് വണ്ടി വിളിക്കണം, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. എന്ത് പറ്റുമെന്ന് വെച്ച് എന്നെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. ആര്? ക്യാമറമാനെന്ന് പറഞ്ഞു. എന്ത് വിളിച്ചത് പറഞ്ഞു? മാകൂട്ടി നല്ലൊരു തെറി വിളിച്ചെന്ന് പറഞ്ഞു. വിളിച്ചു. അവൻ പറയും ഇവളെയല്ല വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറയും ഈ വണ്ടിക്കകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, എടി ഡാഷ് എന്ന് വിളിച്ചത് എന്നെ തന്നെയാണെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ് ഞാൻ വിളിച്ചില്ല. ഞാൻ പറഞ്ഞു സോറി പറയണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് എണീറ്റ് നിന്നിട്ട് നല്ല എടുത്ത് ഷൗട്ട് ചെയ്തു.
ഞാൻ പറയും ഈ ഇരിക്കുന്ന സെലിബ്രിറ്റി ആയിരിക്കുന്ന വ്യക്തിനെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണ്ട. സംസാരിച്ചിരിക്കുന്ന ഈ വ്യക്തിയാണ്, ഞാനല്ല സംസാരിച്ചിരിക്കുന്നത്. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇത്രയും പേരുടെ മുമ്പിൽ സോറി കാണും, അല്ലെ വണ്ടിയിൽ പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വണ്ടി കൊടുത്ത് വീട്ടിൽ പോന്നു. തിരിച്ച് എൻ്റെ റൂമിൽ വന്ന് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് എൻ്റെ വണ്ടിയും വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോന്നു. 1 മാസം വരെ ഷൂട്ട് മുടങ്ങി നിന്ന് ലാസ്റ്റ് എന്നെ വീട്ടിൽ വന്ന് സോറി പറയിപ്പിച്ച് ഞാൻ തിരിച്ചു പോയത്. ശരിക്കും പറഞ്ഞാല് റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ശരിക്കും റിയാക്ട് ചെയ്യുന്ന വേണമല്ലേ. പിന്നെ അതിനുശേഷം വന്നിട്ട് നമ്മൾ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടോ കേസ് കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. അല്ല, ഇപ്പൊ ഹണി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ അറിയാലോ കറന്റ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ കുറെ ആൾക്കാർ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇപ്പൊ ഓപ്പൺ ആയി വന്ന് പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അന്ന് പറയാണ്ട് ഇപ്പോഴാണ് വന്ന് പറയുന്നത്. കുറെ ആൾക്കാർ പറയുന്നുണ്ട് അതിനുള്ള ധൈര്യം ഇപ്പോഴാണ് കിട്ടിയത്. പക്ഷെ ശരിക്കും ഒരു സംഭവം നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യല്ലേ എപ്പോഴും നല്ലത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പണ്ട് എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. ഇതിനകത്തുള്ള പ്രോബ്ലം അതാണ്. നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ചിലപ്പോൾ ക്രൗഡ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ആ സിറ്റുവേഷൻ, ചിലപ്പോൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് അത്രത്തോളം വലിയൊരാളായിരിക്കും. അപ്പം നമുക്ക് അയ്യോ ഇവരോട് അങ്ങനെ പെരുമാറാമോ എന്നൊരു പേടിയായിരിക്കും. അതായിരിക്കും പിന്നീട് നമ്മൾ ചീറ്റ് ചെയ്ത് പെട്ടു, ചതിക്കപ്പെട്ടു, അല്ലെ നമ്മളെ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞായിരിക്കും അവരെ മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീടാണ് അവരറിഞ്ഞിരിക്കുന്നത് അവർക്ക് ആ റോള് പോലും തന്നിട്ടില്ല, അവർ ചതിച്ചു എന്ന്. അപ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പ്രതികരിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശുദ്ധരാത്രികളാണ് ആദ്യമായിട്ട് ചെയ്തത്. ആ ഫിലിമിൽ അഭിനയിക്കുന്ന സമയത്ത് അതേ ഡയറക്ടർ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ട്രാൻസ്വുമൻസിൻ്റെ അടുത്ത് മോശമായിട്ട് അഭിനയിച്ചു. അപ്പോൾ ശീതൾ മമ്മിയാണ് എന്നെ അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ആ പുള്ളിക്കാരൻ മോശമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അപ്രോച്ച് ചെയ്തിട്ടില്ല. അതിനർത്ഥം ആ കൂടെയുള്ളവരോട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ലല്ലോ. അവർ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വ്യക്തിയുടെ അടുത്ത് പീഡന കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ആ പുള്ളി ഇപ്പോൾ കേസൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം എന്നോട് മോശമായിട്ട് പെരുമാറാത്തത് കൊണ്ട് ആ പുള്ളിക്കാരൻ എല്ലാവരുടെ അടുത്തും മോശമായിട്ട് പെരുമാറില്ലെന്നല്ല. അപ്പം എനിക്ക് തോന്നുന്നു അവർ അപ്പം പ്രതികരിച്ചു, ചില ആളുകൾ ഇപ്പോൾ പ്രതികരിക്കുന്നു. അതിനർത്ഥം അവർക്ക് ആ സമയത്ത് ധൈര്യം ഉണ്ടായി കാണില്ല. ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള ധൈര്യം എന്ന് പറയാൻ എല്ലാത്തിനോടും റിയാക്ട് ചെയ്യണം ബേബി. കാരണം ചില സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു ബാത്റൂമിൽ ഇറങ്ങിയ സമയത്ത് കെട്ടിപ്പിടിച്ചു എന്നൊരു, അതിനൊക്കെ എന്താ എവിഡൻസ് ഉള്ളത്? എന്ത് എവിഡൻസ് ആണ്? നമുക്ക് ഒരു എവിഡൻസ് ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഞാനും കൃഷ്ണയും കൂടി ഇവിടെ സംസാരിച്ചിരിക്കണം. ഇവിടെ ക്യാമറ എല്ലാം ഓഫ് ആണ് സമയത്ത് ഞാൻ കൃഷ്ണയെ എടുത്തൊരു മിസ്ബിഹേവ് ചെയ്തു. കൃഷ്ണ ആ സ്പോട്ടിൽ എൻ്റെ മോന്തൊക്കെ ഒരു അടി തന്നിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുണ്ടോ? ഉടനെ ആളുകളെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആ പേടിയിൽ ഞാനത് സമ്മതിച്ച് പോകുമായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയതിനു ശേഷം എന്നെ വിളിച്ചിട്ട് പറയുവാണ് ഇവരെല്ലാം കൂടെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല എന്നല്ലേ പറയുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് തെളിവ് എന്ന് വെച്ചിട്ട് ഇത് സത്യമല്ലാതാവോ? ഇതിനകത്ത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല, അവൾ സമ്മതത്തോടെ ചെയ്തിരിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് അവൾ ഇതൊന്നും ഒരു ഇഷ്യൂസ് ആയിട്ട് വന്ന് പറയത്തില്ല. ഞാൻ അവളെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ തമാശയ്ക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചു, അവൾ എടുത്തില്ല. ഞാൻ ചോദിച്ചേനെ മോളെ എന്തെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വിളിച്ചേനെ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല സമയത്തും ഈ പേര് വന്ന ആളുകളിൽ ഒരാൾ വന്നിട്ടുണ്ട് അവിടെ. അല്ലാതെ നമ്മുടെ കലൂരിൻ്റെ അവിടെ താമസിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട്. ഒത്തിരി സെലിബ്രിറ്റീസ് അവളുടെ ഫ്ലാറ്റിൽ വരുമായിരുന്നു ട്രാൻസ് ആയിട്ട്. അപ്പോൾ ട്രാൻസിന് എന്ത് ചെയ്യാനാ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്താ അറിയാം? ഈ ലോകത്ത് ഈ സെക്സ് എന്ന് പറയുന്നത് പല രീതിയിൽ ആസ്വദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു മൈൻഡാണെന്നുണ്ടെങ്കിൽ ഇത് ഈ നമ്മൾ ഈ പറയുന്ന കൗൺസിലിങ്ങിന് എല്ലാം പറയാൻ പറ്റും. ഇപ്പം ഈ ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ പറയും സെക്സ് എന്ന് പറഞ്ഞാൽ പല മനുഷ്യന്മാരും ഈ വീഡിയോയിൽ പോൺ വീഡിയോസ് കാണുന്നത് അതുപോലും പല ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ഒരാൾക്ക് വണ്ണമുള്ള സ്ത്രീയോട് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സ്ലിം ആയിട്ടുള്ള സ്ത്രീയോടായിരിക്കും തോന്നുന്നത്. അതേപോലെ തന്നെ ഒരാൾക്ക് കുട്ടികളോട് തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വലിയ ആളുകളോടായിരിക്കും തോന്നുന്നത്. മനുഷ്യന് ഈ സെക്സ് ഒന്നും ഇപ്പം ആൻറ്റിമാരെ കല്യാണം കഴിക്കുന്ന ഒരു ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുറത്തൊരു കൺട്രി നടന്നു, ഒരു 90 വയസ്സുള്ള അമ്മൂമ്മേനെ 23 ഏജുള്ള ഒരാൾ കല്യാണം കഴിച്ചു. അയാൾക്ക് അങ്ങനെയുള്ള ഒരു സ്ത്രീയോടായിരിക്കും ഇഷ്ടം ഉണ്ടാകുന്നത്. അതിനർത്ഥം അവൻ്റെ സെക്ഷൽ ലൈഫ് ഹാപ്പി അല്ലെന്നാണോ? അവൻ സന്തോഷവാനായിരിക്കും. 22 വയസ്സുള്ള ഈ പുരുഷനും 22 വയസ്സുള്ള സ്ത്രീയും തമ്മിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന പോലെ അവൻ ഹാപ്പി ആയിരിക്കും. ഇതിനെ നമ്മൾ എന്തിനാ ആകുലപ്പെടുന്നത്? നമ്മുടെ ലൈഫാണോ സ്പോയിൽ ആകുന്നത്? ചുമ്മാ ഇരുന്നിട്ട് എല്ലാ ആളുകളും വെറുതെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. സെക്ഷൽ ഫാന്റസി ഡിഫറെൻ്റ് ആണ്, മനുഷ്യൻ്റെ മൈൻഡ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ മോശമായിട്ട് ചിന്തിക്കേണ്ട, ഒരു മനുഷ്യൻ ഈ ആണുങ്ങൾ പോലും ഒരു മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ എല്ലാ ആണുങ്ങളും ഒരേ രീതിയിലല്ല ഇത് ചെയ്യുന്നത് പോലും. ഡിഫറെൻ്റ് ആയിട്ടാണ്.
ഒരേ രീതിയിലുള്ള സ്ത്രീകൾ ആലോചിച്ചിട്ടോ ഒരേ രീതിയിലുള്ള വീഡിയോസ് കണ്ടിട്ടോ ഡെയിലി ഒരു സ്ത്രീയുടെ ശരീരം കണ്ടിട്ടോ അല്ല ഇത് ചെയ്യുന്നത്. അത് പറയുമ്പോൾ പോലും ഇതൊക്കെ സത്യമാണെന്ന് പോലും ചിലപ്പോൾ ആളുകൾ അംഗീകരിക്കത്തില്ല. സത്യസന്ധമാണ്. ഞാനൊരു പുരുഷനായിരുന്ന ഒരാളാണ്, എനിക്ക് ആണുങ്ങളിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന ആളാണ്, ഞാൻ ഇവരുടെ കൂടെ നടക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്, ഇവരുടെ ഓരോ കമന്റ്സുകൾ കേട്ടിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം. ഓരോ ആളുകൾ പറയും ലോങ് ഹെയർ ഉള്ള പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഷോർട്ട് ഹെയർ ഉള്ള പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ലിപ്സ്റ്റിക് ഇടുന്ന പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇടാത്ത പെണ്ണുങ്ങൾ, അതേപോലെ ശരീരത്തിന്റെ ഓരോ ഘടനയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതേപോലെ ട്രാൻസ് വുമൻസിനെ സർജറി ചെയ്യാത്തവരെയും സർജറി ചെയ്തവരെയും ഫീമെയിൽസിനെയും അല്ലാത്തവരെയും ഗേനെ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഗേകളിൽ എന്താ ഫെമിനിനായിട്ടുള്ള ഗെയിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, രണ്ടുപേരും ഫെമിനിൻ അല്ലാത്തവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, തുള്ളി പോലെ സ്ത്രീത്വം ഇല്ലാതെ നല്ല രീതിയിലുള്ള ഗേ കപ്പിൾസ് ഉണ്ട്. നമുക്കവരെ ഐഡന്റിഫൈ ചെയ്യാനേ പറ്റത്തില്ല. അതാണ് മനുഷ്യൻ. ചില ആളുകളെ കണ്ടുപിടിക്കണം എന്ന് വെച്ചിട്ട് എല്ലാവരും പൊങ്കാലിടുന്നു. ചില ആളുകൾ ഈ ലോകത്ത് ഐഡന്റിറ്റി പോലും അറിയിക്കാതെ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ എന്ത് പറയും? ചിലപ്പോൾ എല്ലാ കുടുംബത്തിലും ചിലപ്പോൾ ഭാര്യയായിട്ട് ജീവിക്കുന്ന ആളുടെ മൈൻഡ് ആണിൻ്റെതായിരിക്കും, നമുക്കറിയില്ല. ഭർത്താവായിട്ട് ജീവിക്കുന്ന ആളുടെ പെണ്ണിന്റെ മൈൻഡ് ആയിരിക്കും. അവർ ചിലപ്പോൾ പുറത്ത് ദുബായിലൊക്കെ പോയിട്ടായിരിക്കും പെണ്ണായിട്ട് ഒരുങ്ങിയിട്ട് പരിപാടിയൊക്കെ ചെയ്യുന്നത്. നമുക്കറിയോ? എനിക്കറിയാം. എനിക്ക് എൻ്റെ ഫോണിൽ ഞാൻ കാണിച്ചിരുന്ന ചാറ്റ്, ഒരാളെ എന്നോട് ചാറ്റ് ചെയ്താൽ കണ്ടത്, ചേച്ചി എനിക്ക് പെണ്ണിൻ്റെ മൈൻഡാണ്, പക്ഷെ എനിക്ക് പെണ്ണായി ജീവിക്കാൻ ആഗ്രഹമില്ല, എനിക്കൊരു പെണ്ണിൻ്റെ കൂടെ സാറ്റിസ്ഫാക്ഷനും ഇല്ല, പക്ഷെ എൻ്റെ വീട്ടുകാരെന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കും, ഞാൻ ഉടനെ കല്യാണം കഴിക്കും ചേച്ചി, പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന്. ഈ കുട്ടി ഈ പറയുന്ന ആള് അതിനെ ഡിക്ലെയർ ചെയ്താലോ അതിനെ ജെൻഡറിന്റെ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അയാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാലോ ഒരു പെണ്ണിന്റെ ജീവിതം ആലോചിപ്പിക്കുന്നത്. അതാ പറഞ്ഞത്, ഒരാളെ ഇത് സത്യസന്ധമായി ജീവിക്കാൻ സമ്മതിക്കില്ല. അയാൾ ഹൈഡായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിരപരാധി ഒരു പെണ്ണിന്റെ ജീവിതം പോണല്ലേ, അതിൽ കുട്ടികളും ഉണ്ടാവും. അതാ പറയുന്നത്. ഇപ്പൊ പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സിനിമ അങ്ങനെ. സിനിമ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ഒരു ഗോഡ്സ് ട്രാവൽ എന്ന് പറഞ്ഞ ഫിലിം ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ എന്താണ് പ്രിയങ്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെയിൽ എന്ന് പറഞ്ഞ ഫിലിമില്ലേ, ആ പുള്ളിക്കാരത്തിലൂടെ +1 എന്നൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഇറങ്ങിയിട്ടില്ല, അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അല്ലാതെ ഒരു ഫിലിം കൂടി കമ്മിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ മോഡലിംഗ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ മുന്നേക്ക് നമ്മൾ അങ്ങോട്ട് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഷോസുകളൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പൊ ഷോസിൽ ഷോ സ്റ്റോപ്പറായിട്ട് അപ്പൊ പലരും പേയ്മെന്റ് അങ്ങോട്ട് ചോദിക്കുന്നു നമ്മുടെ അടുത്ത്. ഇപ്പൊ ആളുകൾ അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്ത് ഷോസുകൾ ചെയ്യുന്നത് കൊണ്ട് ആളുകൾ ഇപ്പൊ ഏതൊരാൾക്കും ഷോസുകൾ ചെയ്യാമെന്നൊരു ലെവലിലേക്ക് പോയിരിക്കുന്നതുകൊണ്ട് പല ആളുകളും ഷോസുകൾ അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. 2500 5000 കൊടുത്തിട്ട് അങ്ങോട്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിക്കും, ഷോ സ്റ്റോപ്പറായിട്ട് കയറുന്നുണ്ടോ, ഇന്ന പൈസ കൊടുക്കാം. അപ്പൊ എനിക്ക് താല്പര്യമില്ല, അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഷോസ് ചെയ്യാൻ താല്പര്യമില്ല. പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടിയിട്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ KFL വാക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോസുകൾ ചെയ്തിട്ടുള്ള. പക്ഷെ നേരത്തെ പിന്നെ ഇപ്പൊ ബൊട്ടിക്സിന്റെ ഒക്കെ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യും. ഇപ്പൊ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളിൽ ബിസിയാണ്. പിന്നെ കമ്മിറ്റാണ്, ഫാമിലിയിൽ ബിസിയാണ്. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. എന്താ പരിപാടി ഇപ്പൊ? പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ IELTS കോച്ചിങ് കഴിഞ്ഞിട്ട് നിൽക്കായിരുന്നു, പക്ഷെ പോണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല. ശരി, നിലവിലിങ്ങനെ സ്റ്റേ ചെയ്യുന്നു. ഫുൾ ടൈം ഹണിയുടെ ഒപ്പമാണല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കമ്മിറ്റഡ് അല്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടോ. ഇപ്പൊ ഈ വീഡിയോ പുറത്തിറങ്ങിയാലും മെജോറിറ്റി ആൾക്കാരും കമന്റ്സ് ഇടും എങ്ങനെയായിരിക്കും, ഇവര് കമ്മിറ്റഡ് അല്ലേ, റിലേഷൻ അല്ലേ ചോദിക്കും. ആളുകൾ കമ്മിറ്റഡ് അല്ലെന്നല്ല, ആളുകൾ പറയുന്നത് നുണയാണെന്നാ. അതെ, വിശ്വസിക്കില്ല. എങ്ങനെ വിശ്വസിക്കാതെ? വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കായിരുന്നു. വീഡിയോസ് അല്ല, ഞങ്ങളെ ഒരുമിച്ചല്ലേ എല്ലായിടത്തും കാണുന്നത്. ഇപ്പൊ ഞാൻ ഇതിൽ മേക്കപ്പിന്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് എല്ലായിടത്തും പോകുന്നത്. തയ്യൽക്കടയിൽ പോയാലും ഞാൻ ഒരു ട്രാൻസിലുള്ള ഫ്രണ്ട്സിനെ ആരെയും വിളിക്കില്ല. ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കില്ല. പിന്നെ ഉള്ളത് 2-3 ട്രാൻസ് ഫ്രണ്ട്സ്, പിന്നെ എല്ലാവരും മെയിൽ ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. എനിക്ക് കുറച്ചുകൂടി ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്നത് ആൺ സുഹൃത്തുക്കളോടാണ്. അപ്പോൾ എനിക്കുള്ളതെല്ലാം ആൺ സുഹൃത്തുക്കൾ. നമുക്ക് ലേഡീസിനോട് പറഞ്ഞാൽ ലേഡീസിൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല എനിക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ആണുങ്ങൾ അങ്ങനെയല്ല. ആണുങ്ങൾ കുറച്ചൊക്കെ കുസൃതികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കണ്ടാക്കുന്ന ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് കുറച്ചുകൂടി സെക്യൂർ ആയിരിക്കും. നമ്മൾ നല്ല ബെസ്റ്റായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ നല്ല കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പിന്നെ നമുക്ക് ഏത് സമയത്ത് അവരോട് നടക്കാം, അവർ നല്ല സപ്പോർട്ടായിരിക്കും. എനിക്ക് തോന്നിക്കുന്ന കാര്യമാണ്. പിന്നെ ആണുങ്ങൾ കുറച്ചുകൂടി ജെന്യുവിൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ കയ്യിലെ പൈസ, നമ്മുടെ ഒരു സാധനങ്ങൾ, പിന്നെ നമ്മുടെ സാധനങ്ങളൊന്നും ചോദിക്കത്തില്ലല്ലോ. മേക്കപ്പ് സാധനങ്ങൾ, സാരി, ചെപ്പൽസ് ഒന്നും ഷെയർ ചെയ്യാൻ അവർ വരത്തില്ല. ഗേൾസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവർക്കെല്ലാം വേണം. മീൻസ് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാം അതൊരു ആണുങ്ങൾ അങ്ങനെയല്ല, ഒന്നും എൻ്റെ ഒന്നും ചോദിക്കില്ല. അവർക്ക് ഒന്നും വേണ്ട. ആകെ പിന്നെ എന്തെങ്കിലും ചാർജറൊക്കെ ചോദിക്കത്തുള്ളൂ, അല്ലാതെ. അതുകൊണ്ട് എനിക്കുള്ള ആൺ സുഹൃത്തുക്കളാണ്. പിന്നെ അവർ എല്ലാവരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരെല്ലാവരും ബിസി ആയിരിക്കും. ഗബ്രി എൻ്റെ വീട്ടിൽ തന്നെ ഫുൾ ടൈം ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ചാണ് കാണുന്നത്.
അപ്പൊ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാണ്, ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. ഇനിയിപ്പോ ഹണിയുടെ മാരേജ് ഇപ്പൊ ഉണ്ടായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ മാരേജ് ഇനി ഇല്ല. ഇല്ല. ലൈഫിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ആളുമായിട്ട് ഞങ്ങള് ലിവിങ് ടുഗദർ ആണ്. ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾ തമ്മിൽ എല്ലാ രീതിയിലുള്ള റിലേഷൻസ് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ഇനി അങ്ങോട്ട് മാരേജ് ചെയ്തിട്ടില്ല. മാരേജ് ചെയ്ത പോലെ തന്നെയാണ്, രജിസ്റ്റർ ഒന്നും ചെയ്യാതെ തന്നെ മാരേജ് ചെയ്ത പോലെയാണ്, അങ്ങനെ തന്നെ ജീവിക്കുന്നത്. ഇനി അങ്ങോട്ട് ആ പുള്ളിയുമായിട്ട് റിലേഷൻ ബ്രേക്ക് ചെയ്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. മരിക്കുന്നവരെ ആ പുള്ളിയുടെ കൂടെ തന്നെയാണെന്ന്. ഇൻ കേസ് അവനെ ബ്രേക്ക് ചെയ്താലും ഞാൻ ഇനി അങ്ങോട്ട് വേറെ ആൾ റിലേഷൻ ആവത്തില്ല. മതിയായി, സ്റ്റോപ്പ് ചെയ്തു. കാരണം മതിയായി, ഒരു മടുത്തു എനിക്ക്. പിന്നെ കല്യാണം മതി. കാരണം എൻ്റെ ലൈഫിൽ ഒരാളെ ഞാൻ മാരേജ് ചെയ്തിട്ടുള്ളൂ. ഹസ്ബൻഡായിരുന്ന ആ വ്യക്തിനെ കല്യാണം കഴിച്ചത്. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു കല്യാണം കഴിച്ചത്. അതോടുകൂടി ഞാൻ നിർത്തി. കാരണം എനിക്ക് നമ്മൾ പറയില്ലേ, നമുക്ക് ഏറ്റവും ഗിഫ്റ്റ് കിട്ടുന്ന പോലെയായിരുന്നു എൻ്റെ കല്യാണം. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെ എനിക്ക് നടത്തി തന്നു. അത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ദൈവത്തിന് ഉപയോഗിച്ച് തന്നെ അത് നടന്നുറന്ന് കാണാനൊക്കെ സാധിച്ചു. എനിക്ക് ഒരേ ബ്ലെസ്സിങ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കോവിഡ് ആയതുകൊണ്ട് എനിക്ക് ക്രൗഡ് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് തിരക്കുകളില്ലാതെ കാണാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. റോഡിലൊന്നും ബ്ലോക്ക് ഇല്ലായിരുന്നു. മീൻസ് എല്ലാം കറക്റ്റ് സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറേ ഹോട്ടൽസിലൊക്കെ കുറേ ആനുകൂല്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം റിസപ്ഷൻ നടത്താനും അങ്ങനെ കാര്യങ്ങളിലൊക്കെ. പിന്നെ മമ്മിയുടെ ഡേറ്റ് ഫ്രീ ആയിരുന്നു. രഞ്ജു മമ്മി മേക്കപ്പ് വർക്കൊക്കെ കുറവായിരുന്നു സമയത്ത്. എനിക്ക് ആ സമയത്താണ് സെലിബ്രിറ്റികളുടെ, എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എൻ്റെ ഫാമിലിയിലുള്ള വിഹാൻ ചേട്ടനാണേലും ഹരിണ ചേച്ചി ആണേലും ദീപ്തി ചേച്ചിയാണ്, അവരെല്ലാവരും അവൈലബിൾ ആയിരുന്നു. മീൻസ് എനിക്ക് അതൊക്കെ കൊണ്ടിട്ട് ഹാപ്പി ആയിരുന്നു. എനിക്ക് വരേണ്ട ആളുകളെല്ലാം എൻ്റെ കല്യാണത്തിന് വന്നിരുന്നു. അനു ആയിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. മീൻസ് അങ്ങനെയൊക്കെ. അപ്പം ഇനി അങ്ങോട്ട് ഒരു കല്യാണത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെയാണ് നടന്നത്. ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, കല്യാണം എന്ന് പറഞ്ഞിട്ട് നടത്തിയാലും പിരിയാണ്, ആളുകൾ പിരിഞ്ഞു പോകും. പിന്നെ അതിനൊക്കെ നല്ലത് നമ്മളിപ്പോൾ ഞങ്ങൾ 3 വർഷമാകുമ്പോൾ റിലേഷനായിട്ട്. ഞങ്ങൾ പിരിഞ്ഞിട്ട് 3 വർഷമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പിരിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇയാളുമായിട്ട് റിലേഷനായി. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്ന ആളാട്ടോ. അപ്പോൾ ഇത് ഇനി അങ്ങോട്ട് പോകണം, അത്ര നാൾ പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോകുന്നു. പക്ഷെ എന്തൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ ഈ 2 കോംബോ അടിപൊളിയായിട്ട് പോട്ടെ. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അതെ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇപ്പൊ ഇൻസ്റ്റയിലെ കമന്റ്സ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല് അതെ, ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഗബ്രീനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ ഇഷ്ടമല്ല. ഗബ്രീനെ ഇഷ്ടപ്പെടുന്ന കുറെ ഗേൾസ് ഉണ്ടല്ലോ, അത് ഗേൾസ് ആണ്. ഗബ്രീനെ ഇഷ്ടപ്പെടുന്ന ഗേൾസ് ഗബ്രീനെ ഉപദേശിക്കും. ആ ചേച്ചിയുടെ കൂടെ വീഡിയോ ചെയ്യണ്ട, നിങ്ങൾ എന്തിനാണ് ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്, അതിന് ഇനി കിട്ടത്തൊന്നുമില്ല, നിങ്ങൾ വെറുതെ ഇരിക്കുക എന്നൊക്കെ കുറെ കമന്റ് ഒക്കെ ചെയ്യും. ഞാൻ ഇടയ്ക്ക് കയറിയിട്ട് ബ്ലോക്കൊക്കെ ചെയ്ത് കൊടുക്കും. ചുമ്മാ നെഗറ്റീവ് അടിപ്പിക്കുന്നതിനാണ്. ലാസ്റ്റ് ഞങ്ങളും റെഡിയായാലോ. ചുമ്മാ ഗബ്രി അല്ലല്ലോ കൂടുതലും ഇവനോട് ഇടപഴകുന്നത്. ഞാനാളെ വീട്ടിൽ കയറിയിട്ട് അവൻ്റെ മേത്തൊക്കെ പിടിച്ച് വീഡിയോ ചെയ്യണം. അപ്പോൾ അവര് മനഃപൂർവ്വം അങ്ങനെ ചെയ്യണേണ്. ഞാൻ വേണം വെച്ചിട്ട് അവന്റെ മേത്ത് കയറി. അതുകൊണ്ട് എല്ലാവരും തെറ്റിദ്ധരിച്ചു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. മീൻസ് ഞങ്ങള് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാനല്ലേ അവനെ കൂടുതലും സംസാരിക്കുമ്പോഴാണ് ടച്ച് ചെയ്ത് സംസാരിക്കുന്നത്. മീൻസ് എൻ്റെ പാർട്ണർ ഉള്ളപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നത്. എല്ലായിടത്തും അവൻ്റെ വീട്ടിൽ പോയാലും എൻ്റെ വീട്ടിലാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ സ്വകാര്യ നിമിഷങ്ങളിൽ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത്, ഒളിച്ചും പാത്തുമല്ല, എല്ലായിടത്തും ഞങ്ങൾ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഒരാൾ വന്ന് ഇങ്ങനെ പേഴ്സണലി വന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമം തോന്നും. എന്തിനാ അങ്ങനെ വന്ന് പറയുന്ന, പല കമന്റ് ഇട്ട് പറയാമല്ലോ, ഈ പെണ്ണെന്തിനാ അവൻ്റെ മെക്കിട്ട് കയറുന്നൊക്കെ ചെയ്യും. ഞാൻ അവന്റെ മേത്തൊക്കെ പിടിച്ച് വീഡിയോ ചെയ്യുക. പോസിറ്റീവ് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഗബ്രി സ്നേഹിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചോട്ടെ, അല്ലാത്തവരൊക്കെ ഒന്ന് എന്തിനാ ഉപദേശിക്കുന്നത് അല്ലെ ഗബ്രി. അപ്പൊ എന്തായാലും നിങ്ങൾ അടിപൊളിയായിരിക്കട്ടെ, ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. ഇനി നമ്മൾ കാണുമ്പോഴും ഇതേപോലെ തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.